ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ദീപാവലിയൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഡിഷ് തയ്യാറാക്കി നോക്കാം. ഒരു ചൂട് ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, അതുപോലെ തന്നെ പൊട്ടുകടല. ഇതൊക്കെ ഓപ്ഷണലാണ്. കുട്ടികളൊക്കെ ഇത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കാണും, അവർക്കൊന്നും ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കപ്പലണ്ടി. ഇതിൽ നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ തരും. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറായാലും എടുക്കാം. ഞാനിവിടെ ജയ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ എടുക്കാവുന്നത് പച്ചരി, ജയ അരി, ഡപ്പി അരി, പൊന്നി അരി, ജീര റൈസ്. ഇതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ചമ്പ റൈസ് എടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എല്ലാത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായം, ഒരു നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ലൊരു ഹെൽത്തി ഡിഷാണ്. ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇതിന് കറികളൊന്നും അധികം വേണ്ട. ഒരു പപ്പടം മാത്രം മതിയാവും. പപ്പടവും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇത് അതേപടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.